ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഏത് യൂണിഫോമും ഈ പറഞ്ഞ പാഠപുസ്തകങ്ങളും എല്ലാ സ്കൂളുകളിലും റെഡി ആയിട്ടുണ്ട്. കോൺഗ്രസിന് ഒന്ന് പറയാലോ, റെഡി ആയിട്ടില്ലെങ്കിൽ റെഡി ആയിട്ടില്ല. അതിന് ഒന്നാമത്തെ മുഖ്യമന്ത്രിയുടെ ചോദ്യം, ഇല്ലെങ്കിൽ ഇല്ല, ഇതൊന്നും ശരിയായില്ല, ഒരു സ്കൂളും ഹൈടെക് ആയിട്ടില്ല, ഒരു സ്കൂളിൽ യൂണിഫോം എത്തിയിട്ടില്ല, എല്ലാം പഴയ പോലെ തന്നെ കോൺഗ്രസിന്റെ കാലത്തെ പോലെ തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാലോ, പറഞ്ഞിട്ടില്ല. രണ്ടാമത്തെ എന്താണ്, കേരളത്തിൽ 8000 സ്റ്റാർട്ടപ്പുകൾ ഈ പറയുന്ന LDF ഭരണകാലത്ത് വന്നിട്ടുണ്ട്. UDF പറയാലോ 8000 വന്നിട്ടില്ല, 100 വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. ഇതിന് തെളിവുണ്ട്, തെളിവില്ലെങ്കിൽ തെളിവ് വെക്കാൻ ഈ പറഞ്ഞ കോൺഗ്രസ് LDF പറയാലോ. മൂന്നാമത്തത് മാലിന്യ സംസ്കരണത്തിന് വേണ്ടിയിട്ട് ഈ മാതൃക കഴിഞ്ഞ 10 വർഷം കേരളത്തിൽ നടപ്പിലാക്കി എന്ന് പറയുന്നതാണ്. എന്ത് എറണാകുളത്തെ ബ്രഹ്മപുരം പോലെയുള്ള പ്ലാന്റുകൾ നടപ്പിലാക്കി. അതായത് ഒരു മാലിന്യ സംസ്കാരത്തിന് വേണ്ടിയിട്ട് കേരളത്തിൽ ഇന്ത്യയിലെ തന്നെ ഒരു നല്ല മാതൃകയാണ്. ഇത് നല്ല മാതൃക അല്ലെങ്കിൽ നല്ല മാതൃക അല്ല എന്നുള്ളത് കോൺഗ്രസ് പറയാലോ. അടുത്തത് ഈ സ്ത്രീകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് പറയുന്നത്. സ്ത്രീ സുരക്ഷ നടപ്പിലാക്കിയ 10 വർഷം ഈ രാഹുൽ മാങ്കുടത്തിനെ പോലെയുള്ള MLA-മാരെ പിടിച്ച് ജയിലിലിട്ട് നടക്കും. ഇതില്ല എന്ന് വേണമെങ്കിൽ കോൺഗ്രസ് പറയാലോ. അത് അങ്ങനെയല്ല. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ സ്ത്രീ സുരക്ഷയ്ക്ക് അനുകൂലമല്ല എന്ന് വേണമെങ്കിൽ പറയാലോ. ഇതിന് പോയിന്റ് വൈസിട്ട് മറുപടി പറഞ്ഞാൽ മതി. അടുത്തെന്താ, ഈ കഴിഞ്ഞ 10 വർഷമായി ദുരിതാശ്വാസ നിധിയിലേക്ക് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 8500 കോടി രൂപ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ കണക്കുണ്ടാവുമല്ലോ, വെക്കാൻ പറയാലോ കണക്ക് മുന്നിൽ. എന്നിട്ട് ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇല്ല എന്ന് പറയാലോ. ഈ പറഞ്ഞ നാടുകളെ ബന്ധിപ്പിക്കുന്ന 200 പുതിയ പാലങ്ങൾ, ഏത് ആലപ്പുഴയിലെ വലിയ പാലമടക്കം 200 പാലങ്ങൾ, മറുകരകളെ ബന്ധിപ്പിക്കുന്ന 200 പാലങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് സർക്കാർ പറയാണ്. പിണറായി വിജയൻ സർക്കാർ പറയുകയാണ് ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞൂടെ? അങ്ങനെ ഇല്ല, ഇത് മുഴുവൻ നുണയാണ് എന്ന് പറഞ്ഞാലോ. കേരളത്തിൽ പ്രധാനപ്പെട്ട 5 പദ്ധതികളുണ്ടല്ലോ, ദേശീയപാത, ഗെയിൽ, വിഴിഞ്ഞം, ഇടമൺ, കൊച്ചി പവർ ഹൗസ്, അതിലെല്ലാം അസാധ്യമാണ് കേരളത്തിൽ പറഞ്ഞാണ്. ഇതൊന്നും കേരളത്തിൽ നടപ്പിലാക്കിയിട്ടില്ല. ഈ പ്രോജക്റ്റുകളൊന്നും നടപ്പിലാക്കിയില്ല. കേരളത്തിൽ ഹൈവേ വന്നിട്ടില്ല. കേരളത്തിൽ എന്താണ് ഈ പറഞ്ഞ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കിയില്ല. ഗെയിൽ പൈപ്പിൽ നടപ്പിലാക്കിയില്ല. ഇതെല്ലാം പൊട്ടക്കള്ളത്തിലാണ് വേണമെങ്കിൽ പറയാനോ കോൺഗ്രസിന്. അങ്ങനെ പറഞ്ഞൂടെ? അതും സംഭവം തന്നെയാണല്ലോ. പിന്നെന്താണ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് കേരളത്തിൽ നിന്ന് പട്ടികജാതി ഈ പറഞ്ഞ പാവപ്പെട്ട വിദ്യാർത്ഥികൾ വിദേശത്ത് അയച്ച് പഠിപ്പിച്ചു എന്ന് പറയാം. 1100-ലധികം വിദ്യാർത്ഥികളെ കേരളത്തിൽ പുറത്തേക്ക് അയച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അത് കണക്ക് വെച്ച് പറയാലോ. അങ്ങനെ ഒരു വിദ്യാർത്ഥിനെയും കേരളത്തിൽ അയച്ചിട്ടില്ല എന്ന് പറയുന്നത്. കേരളത്തിൽ സർക്കാർ കേരളത്തിലെ ജനങ്ങളോടൊപ്പം നിന്നില്ല എന്ന് വേണമെങ്കിൽ പറയാലോ. നിപ്പയ്ക്കും ഓക്കിക്കും ഈ പറഞ്ഞ പ്രളയത്തിന്റെ സമയത്തൊന്നും കേരളത്തിലെ സർക്കാർ അവർ വേറെ എവിടെയായിരുന്നു, ഒരു പൈസ പോലും നടത്തിയില്ല. കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ കേരളത്തിലെ ജനങ്ങളൊപ്പം നിന്നില്ല വേണമെങ്കിൽ പറയാലോ. പിന്നെ ഈ 4 ലക്ഷത്തോളം വരുന്ന പട്ടയം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുത്തു. ആ ജനങ്ങൾക്ക് കൊടുത്ത പട്ടയങ്ങളൊന്നും എന്ത് ചെയ്തിട്ടില്ല, കേരളത്തിലെ ആർക്കും പട്ടയം കിട്ടിയില്ല. ഒരാൾക്ക് വേണ്ടത് പിണറായി വിജയൻ സർക്കാർ ഒരു പട്ടയം കൊടുത്തില്ല, ഒരു പ്രൊജക്ട് നടപ്പിലാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാലോ. അടുത്തത് ഏകദേശം എത്രയാണ്, 3.5 ലക്ഷം വിദ്യാർത്ഥികൾക്ക്, 3.5 ലക്ഷം തൊഴിലില്ലാത്തവർക്ക് 3.5 ലക്ഷം തൊഴിൽ PSC കൂടെ കേരള സർക്കാർ കൊടുത്തു കഴിഞ്ഞ 10 വർഷമായിട്ട്. വേണമെങ്കിൽ LDF പറയാലോ. ഒരു സ്വത്ത് പിന്നെന്താണ് ജോലിയും കൊടുത്തിട്ടില്ല. ഈ 3.5 ലക്ഷം എന്ന് പറയുന്നത് കളവാണ്. വേണമെങ്കിൽ കണക്ക് വെക്കാൻ പറയാലോ. KSRTC കഴിഞ്ഞ 10 വർഷത്തിൽ, കഴിഞ്ഞ 1.5 വർഷമായിട്ട് പ്രോഫിറ്റിലാണ് ഓടുന്നത്. അത് തെറ്റാണ്, അത് നടപ്പിലായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാലോ. UDF പറയാം. പിണറായി വിജയൻ ഇതാ കണക്ക് മുന്നോട്ട് വെച്ചിരിക്കുന്നു. പിണറായി വിജയൻ കണക്ക് ഹാജരാക്കണം. ഇതൊന്നും കേരളത്തിൽ നടപ്പിലായില്ല എന്ന് പറയലോ. പിന്നെ കേരളത്തിൽ എന്താണ്, കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ പാവങ്ങൾ ഒരു മിനിറ്റ് പറഞ്ഞു തീരട്ടെ, തിരക്കൂട്ടുണ്ടാകുന്നേ. കേരളത്തിലെ 42 ലക്ഷം 42 ലക്ഷം കുടുംബങ്ങൾക്ക് ലൈഫ് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. 5 ലക്ഷം വെച്ച് ഇൻഷുറൻസ് കൊടുക്കുന്നുണ്ട്. അത് ഇല്ലെങ്കിൽ വേണ്ട, ഇല്ല എന്ന് പറയാൻ പറ്റുമല്ലോ. എന്താണ്, കേരളത്തിലെ മുഴുവൻ റോഡുകളും ഈ BMBC ആയിട്ടുണ്ട്. നല്ല റോഡുകളല്ല കേരളത്തിൽ, ഒരു റോഡ് നല്ല റോഡല്ല. എല്ലാം മലയോര ഹൈവേകളില്ല, ഏറ്റവും പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. അങ്ങനെ വേണമെങ്കിൽ പറയാലോ. കേരളത്തിലേക്ക് വിദേശികൾ ആരും ഇരുന്ന് വരുന്നില്ല. ഈ പറഞ്ഞ ടൂറിസം മുഴുവൻ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രിയുടെ കീഴിൽ ടൂറിസം ഉണ്ടായിരുന്നു. അത് മുഴുവൻ പൊളിഞ്ഞടുങ്ങി കിടക്കുകയാണ്. കേരളത്തിൽ ഒരു ടൂറിസം വികസനം ഉണ്ടായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാലോ. അത് വേണമെങ്കിൽ അതിന് കണക്ക് വെച്ചിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റുമല്ലോ. പിന്നെ എന്താണ്, കഴിഞ്ഞ 10 വർഷം ആയിക്കോട്ടെ, കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞ ലൈഫ് കഴിഞ്ഞ 10 വർഷത്തിൽ ഈ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. കേരളത്തിൽ മുഴുവൻ പവർ കട്ടായിരുന്നു. കഴിഞ്ഞ മാസം പവർ കട്ട് ഉണ്ട്, ഇന്നലെയും കൂടെ പവർ കട്ട് ഞങ്ങൾ കണ്ടതാണ് എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷത്തിന് പറയാലോ. എന്താണ്, പിന്നെ എന്താണ്, 62 ലക്ഷം ആൾക്കാർക്ക് ഈ പറഞ്ഞ 2000 വെച്ച് പെൻഷൻ കിട്ടിയിട്ടില്ല. ഇത് മുഴുവൻ പിണറായി വിജയൻ പറയുന്നത് നുണയാണ് എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് പറയാലോ. എന്താണ്, കേരളത്തിലെ റേഷൻ കടയിൽ ഒന്നും റേഷൻ കിട്ടുന്നില്ല, റേഷൻ മുഴുവൻ മുടങ്ങിയിട്ടാണത്, ഇത് മുഴുവൻ കള്ളത്തിലാണ് എന്ന് വേണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് പറയാലോ. മത്സ്യത്തൊഴിലാളിക്ക് 2450 കോടി അവരെ പുനരധിവാസത്തിന് വേണ്ടി മുടക്കിയിട്ടുണ്ട്. എവിടെയാണ് മുടക്കിയത്, ഏത് മത്സ്യത്തൊഴിലാളിക്കാണ് വീട് കിട്ടിയത് എന്ന് വേണമെങ്കിൽ പറയാലോ. ഇങ്ങനെ 100 കൂട്ടം പരിപാടിയാണ്. കേന്ദ്ര ന്യൂനപക്ഷങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച സമയത്ത് പിണറായി ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഇടിച്ച് പിഴിഞ്ഞ് ഇതാണ് ഇപ്പം ഇന്നൊക്കെ FCR നടക്കുന്നുണ്ടല്ലോ, അതുപോലെ പിഴിഞ്ഞ സമയത്ത് ന്യൂനപക്ഷങ്ങൾക്കൊപ്പം കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ നിന്നിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാലോ. ഈ പറഞ്ഞ പ്രവാസികൾ കടലിനപ്പുറത്തേക്ക് പോയല്ലോ, അവർക്ക് കേരള ലോകസഭ പോലെ വലിയ പദ്ധതിയെ നടപ്പിലാക്കി അവരെ പുനരധിവസിക്കാൻ വേണ്ടിയുള്ള പദ്ധതികളൊന്നും കേരളത്തിൽ പിണറായി വിജയൻ നടപ്പിലാക്കിയില്ല എന്ന് വേണമെങ്കിൽ പറയാലോ. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല വേണം, കേന്ദ്രത്തിൽ ഇത്രയും രൂപ കിട്ടാത്ത കാലത്ത് കഴിഞ്ഞ 10 വർഷമായി ട്രഷറി പൂട്ടാതെ, കഴിഞ്ഞ വർഷം കേരളത്തിൽ ട്രഷറി പൂട്ടാത്ത മാസങ്ങൾ ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാലോ. ഇതൊക്കെ പ്രതിപക്ഷത്തിന് പറയാം. കേരളത്തിൽ ഈ പറയുന്ന 92 ലക്ഷം അപേക്ഷകൾ KS പാർട്ടി കൂടെ നടന്നിട്ടില്ല. അക്ഷയ കേന്ദ്രത്തിലും വീടുകളിലും പോയിരുന്നിട്ട് ഈ പറയുന്ന എല്ലാ പഞ്ചായത്തുകളുടെയും എല്ലാ കോർപ്പറേഷനുകളുടെയും എല്ലാ മുനിസിപ്പാലിറ്റികളെയും എല്ലാ അപേക്ഷകളും എല്ലാ പറയുന്ന സാധാരണക്കാരന് ഓഫീസുകൾ കയറി കിടക്കാതെ ഡിജിറ്റൽ സംവിധാനത്തിലേക്ക് ഈ പറയുന്ന രാജേഷ് മിനിസ്റ്ററുടെ കീഴിൽ നടപ്പിലാക്കിയിട്ടില്ല. പിണറായി വിജയൻ പറയുന്നത് മുഴുവൻ